ഹലോ, എല്ലാവർക്കും പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള തിരൂരുള്ള ബഷീർ സെലീന ദമ്പതികളുടെ മനോഹരമായിട്ടുള്ള സാധാരണ രീതിയിലുള്ള ആളുകളൊക്കെ സ്വപ്നം കാണുന്ന തരത്തിലുള്ള വളരെ മിനിമലായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഓൾ എന്നുള്ളത് കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഈ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെനോവേഷൻ വീടാണിത്. ഇപ്പം നമുക്ക് വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കൊന്ന് പോവാം. വീടിൻ്റെ ഫ്രണ്ട് എലവേഷനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ട മുകളിൽ വാളിൽ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലും ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് എലവേഷൻ അട്രാക്റ്റീവ് വയ്ക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു LED ലൈറ്റുകളും നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ബെഡ്റൂമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. വിൻഡോ വരുന്ന ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തൊന്ന് വാള് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിർത്തി അവിടെ നാച്ചുറൽ പ്ലാന്റ്സ് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ആണെങ്കിലും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം. ഈ ഒരു വീടിന്റെ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഒരു ബോക്സ് ടൈപ്പിലുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. 290, 180 സൈസിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇത് കേട്ടോ. സിറ്റ് ഔട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ ഒരു സ്റ്റെപ്പുകളിലൊക്കെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിംഗിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 6x4 ടൈല് മൾവ കമ്പനിയിലെ GVT സ്ക്വയർ ഫീറ്റിന് ഒരു 98 രൂപ വരുന്ന ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭംഗി നമുക്ക് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ വുഡിലൊരു സിറ്റിംഗ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഗ്രാനൈറ്റിലും ഒരു സിറ്റിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ മെയിൻ ഡോറിലേക്ക് നോക്കുമ്പോൾ അതിന് തൊട്ട് സൈഡിലായിട്ടൊരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. വിൻഡോയുടെ ഡിസൈൻ സാധാരണ നമ്മൾ കണ്ടുവരുന്നതിൽ നിന്നൊക്കെ അല്പം ഒന്ന് ചേഞ്ച് ചെയ്ത് കുറെ കൂടി ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ മെയിൻ ഡോർ ഇവിടെ വളരെ നോർമലായിട്ട് നിങ്ങൾ നോക്കിയാൽ വളരെ മിനിമലായിട്ട് സിമ്പിൾ ആയിട്ടാണ് മെയിൻ ഡോർ തീർത്തിരിക്കുന്നത്. 2 സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ അവിടെ നൽകിയിട്ടുണ്ട്. വുഡ് വന്നിരിക്കുന്നത് മഹാഗണിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവിംഗ് സ്പേസിലോട്ടാണ് വരുന്നത്. 270, 280 സൈസിൽ വരുന്ന ഒരു ലിവിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിംഗിൽ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളിൽ ഈ ഒരു സെറ്റിയോട് മാച്ച് ആവുന്ന രീതിയിൽ ഒരു പുട്ടി വർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇനി ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. 475, 340 സൈസിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. 6 ചെയറോട് കൂടിയിട്ടുള്ള ചെയർസും ടേബിളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടോട്ടൽ ഈ ഒരു ടേബിളിനും ചെയർസിനും കൂടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ 32,000 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. ഒരു ചെയറിന് വരുന്നത് 2,750 ആണ്. നമ്മളിതിൻ്റെ കോസ്റ്റ് കൂടി പറയുന്നത് വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് പലരും ഇതിന് കോസ്റ്റൊക്കെ ചോദിക്കാറുണ്ട്. പലരും ഇതിൻ്റെ പ്രൈസൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അത് അറിയണം എന്നുള്ളവർക്ക് കൂടിയാണ് നമ്മൾ പ്രൈസ് കൂടി പറയുന്നത് കേട്ടോ. നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിൻഡോയുടെ ഡിസൈനാണ് ഈ ഒരു വീടിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ നിങ്ങൾ, ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതാണ് വീണ്ടും ഞാനത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. കണ്ടോക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇനി നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ബെഡ്റൂം കൂടി കാണാനുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ളൊരു മെയിൻ കിച്ചണും വർക്കിംഗ് കിച്ചണും കൂടി കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിനി ഇവിടെ കാണാനുള്ളത്. നമുക്കിനി ഫസ്റ്റ് ബെഡ്റൂം കാണാം കേട്ടോ. ബെഡ്റൂം വന്നിരിക്കുന്നത് 330, 360 സൈസിലുള്ള ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. കട്ടിലൊക്കെയാണെങ്കിലും വാർഡ്രോബിനാണെങ്കിലും വിൻഡോക്കാണെങ്കിലും ഒക്കെ ഒരേ ഒരു കളർ ടോൺ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് കോഫി ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന്. വാർഡ്രോബ് വന്നിരിക്കുന്നത് മൾട്ടിവുഡിലാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്.
ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് 330-360 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത്. അതും അറ്റാച്ച്ഡ് ആണ്. സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റ് വരുന്നത് 220-130 സൈസിലാണ് ടോയ്ലറ്റ് വരുന്നത്. ഇവിടുന്ന് നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സ്റ്റെയറിന്റെ ഭാഗം താഴെയൊക്കെ ക്ലോസ് ആക്കി നല്ല നീറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഹാൻഡ് റെയിൽ ആണെങ്കിൽ ഇരുമ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് കോഫി ഷെയ്ഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്സിലേക്ക് വരുവാണെങ്കിൽ വുഡ് ടച്ചിൽ വരുന്ന ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ കയറി കഴിയുമ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ വോള് മുഴുവനായിട്ട് പുട്ടി വർക്ക് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു വാം ലൈറ്റും അതിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ വന്നു കഴിഞ്ഞാലുള്ളൊരു താഴേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. വളരെ സിമ്പിളായിട്ട് താഴെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ സെയിം അറേഞ്ച്മെൻറ്റ്സോട് കൂടിയിട്ട് ആണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് ഒരു ബാൽക്കണി കൂടി കാണാനുണ്ട്. ഈ ഒരു ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാ ഇവിടുത്തെ ഒരു കാഴ്ചയാണിത്. അണ്ടറിൽ ഇവിടെ സ്റ്റീൽ ആൻഡ് ഗ്ലാസ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആ ഒരു വിൻഡോയിലെ ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ഏരിയ ആയിട്ടുള്ള കിച്ചണിൻ്റെ കാഴ്ചകൾ കാണാനുണ്ട്. മെയിൻ കിച്ചണും അതുപോലെ വർക്കിംഗ് കിച്ചണും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ തന്നെ വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ്സിലാണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കാഴ്ച കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ് ഡിസൈൻ നൽകിയിരിക്കുന്നത്. കിച്ചണ് വരുന്നത് 330-240 ആണ് കേട്ടോ ഈ ഒരു മെയിൻ കിച്ചണ് വരുന്നത്.
ഈ ഒരു കിച്ചണ് ഫുൾ കബോർഡെല്ലാം നൽകിയിരിക്കുന്നത് അലുമിനിയത്തിലാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ കിച്ചണാണ്. ഇതിൽ സ്റ്റോർ റൂം വരുന്നുണ്ട്. അതുപോലെ വിറകടുപ്പും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഇവിടുന്ന് ഒന്നിറങ്ങിയിട്ടാണ് വർക്ക് ഏരിയ നൽകിയിട്ട് ഒന്ന് ലെങ്തി ആയിട്ട് 330, 140 വരുന്ന ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പാത്രം കഴുകിയിടാനുള്ള സജ്ജീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഫുള്ള് വാള് കമ്പിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു ടോയ്ലറ്റ് കൂടി വരുന്നുണ്ട്. വാഷിംഗ് വെക്കാനുള്ള ഏരിയ നൽകിയിട്ടുണ്ട്. $155, $160 വരുന്ന ഒരു ടോയ്ലറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ ഇപ്പോൾ എടുക്കുന്ന കിച്ചണിലൊക്കെ ടോയ്ലറ്റും നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. അടിപൊളിയായിട്ടുള്ള അടുത്ത ഹോം ടൂർ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.